അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ നാമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സീരീസിലാണ് നാം ഉള്ളത്. ധാരാളം പേരുകൾ പഠിച്ചു. ഇൻഷാ അള്ളാഹ് ഈ ഒരു ദർസിൽ അള്ളാഹുവിൻ്റെ 4 പേരുകളാണ് അതിൻ്റെ അർത്ഥവും ആശയവും സഹിതം നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്സമദാണ് എന്നുള്ളത്. സൂറത്തുൽ ഇഖ്ലാസിൽ നാം നിരന്തരം കേൾക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അസ്സമദ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അള്ളാഹു ഏകനാണ്. അള്ളാഹു അസ്സമദ്, അള്ളാഹു അസ്സമദാകുന്നു. എന്താണ് അസ്സമദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറബി ഭാഷയിൽ അസ്സമദ് എന്ന് പറഞ്ഞാൽ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു പേരാണ്. അസ്സയ്യിദുൽ മുതാ, അങ്ങേയറ്റം അനുസരിക്കപ്പെടുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കാൻ പറ്റാത്ത വിധം മഹത്വമേറിയ, ഔന്നിത്യമേറിയ, അതല്ലെങ്കിൽ എത്രയും വലിയ സ്ഥാനത്തുള്ള നേതാക്കൾക്ക് അല്ലെങ്കിൽ യജമാനന് അസ്സയ്യിദുൽ മുതാ, അങ്ങനെയുള്ള യജമാനന് അസ്സമദ് എന്ന് അറബികൾ പറയാറുണ്ട്. അതേപോലെ തന്നെ അല്ലദീ യുഖ്സദു ഇലൈഹിൽ ഹവായിജ്, എല്ലാ ആവശ്യങ്ങളും ആരിലേക്കാണോ ഉയർത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ, അതല്ലെങ്കിൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ സമീപിക്കാവുന്ന, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു നേതാവ്. അല്ലദീ കമുലഫി സുദുദി എന്നാണ്. ആ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അഭയമായി നിൽക്കുന്നതിൽ അതിൻ്റെ പൂർണ്ണതയിലെത്തിയ ആളുകൾ. അതേപോലെ തന്നെ വക്കമുലഫി ഷറഫി, മഹത്വത്തിൽ അതിൻ്റെ പരിപൂർണതയിലെത്തുക. ഇതൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. ഈ അർത്ഥമൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവാണ്. അവനോട് അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടുന്നതാണ്. അപ്രകാരം ഈ പ്രപഞ്ചം മുഴുവൻ ആരെ അനുസരിച്ചുകൊണ്ടാണോ നിലകൊള്ളുന്നത്, അങ്ങനെയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ നിലക്ക് ആകാശഭൂമികളും അവയിലുള്ളതുമെല്ലാം ഏതൊരുവന് കീഴ്പ്പെട്ടിരിക്കുന്നുവോ ആ അർത്ഥം സൂചിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ പേരാണ് അസ്സമദ്. അതേപോലെ തന്നെ സൃഷ്ടികളഖിലവും, ജിന്നുകളും മനുഷ്യരുമെല്ലാം തന്നെ, അതേപോലെ മറ്റു ജീവജാലങ്ങളും, അവരുടെ എല്ലാം ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ്. അവരുടെ ആവശ്യങ്ങളൊക്കെ അവർ പറയുന്നത് അള്ളാഹുവിനോടാണ്. എന്നാൽ അള്ളാഹുവിനാകട്ടെ അവരുടെ ആരുടെയും ആവശ്യമില്ലതാനും. അതുകൊണ്ടാണ് വക്കമുലഫി ഗിനാഹ്, അവൻ അവൻ്റെ ധന്യതയിൽ പരിപൂർണനാണ്. സൃഷ്ടികളിലേക്ക് അവന് ആവശ്യമില്ല, അവൻ ആരുടെയും സഹായം ആവശ്യമില്ല. എന്നാൽ അവനിലേക്കെല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അവൻ സൃഷ്ടികൾക്ക് ഭക്ഷണം നൽകുന്നു, സൃഷ്ടികൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. അവനാകട്ടെ അവന് ഭക്ഷണം ആവശ്യമില്ല, അവന് വെള്ളം ആവശ്യമില്ല, അവന് മരണമില്ല. അതുകൊണ്ട് തന്നെ അവൻ അനന്തരമെടുക്കപ്പെടുകയുമില്ല. സൃഷ്ടികൾ മരിക്കും, അവരുടെ സ്വത്തുക്കൾ മറ്റുള്ളവർ അനന്തരമായി എടുക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മരണമില്ല. അവൻ്റെ ഈ മഹാപ്രപഞ്ചത്തിലുള്ളതെല്ലാം അവൻ്റെതാണ്. അത് അനന്തരമായി എടുക്കുന്നത് അവൻ തന്നെയാണ്, അല്ലാതെ മറ്റൊരാൾ അനന്തരമായി എടുക്കുകയില്ല. ആ നിലക്ക് എല്ലാ അർത്ഥത്തിലും മഹത്വത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും ഉടമയായി നിലകൊള്ളുന്നവൻ എന്നതാണ് അസ്സമദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസിൽ നമുക്ക് ഈ പേര് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടു നമസ്കാരത്തിലെ തശഹുദിൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നക അൻതല്ലാഹ് അൽ അഹദുസ് സമദ്, അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീയാകുന്നു അള്ളാഹു, നീ ഏകനും അതേപോലെ തന്നെ അസ്സമദുമാകുന്നു, അഥവാ പരാശ്രയമുക്തനും സർവർക്കും ആശ്രയം ആവശ്യമുള്ളവനുമായിട്ടുള്ളവൻ. മറ്റുള്ളവരെ ആവശ്യമില്ല അള്ളാഹുവിന്, എന്നാൽ സൃഷ്ടികളഖിലവും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അങ്ങനെയുള്ളവനാണ് അസ്സമദ്. അല്ലദീ ലം യലിദ് വലം യൂലദ്, അവൻ ജന്മം നൽകുകയോ അതേപോലെ തന്നെ ജനിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല, അഥവാ പിതാവല്ല പുത്രനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരുമില്ല.
ഇങ്ങനെ അള്ളാഹുവിൻ്റെ അസ്മാവു സിഫാത്തുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലഖദ് സഅലല്ലാഹു ബി ഇസ്മിഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ അത്യുന്നതമായ നാമങ്ങളെ മുൻനിർത്തിയാണ് ആ വ്യക്തി ചോദിച്ചിട്ടുള്ളത്. അല്ലദീ ഇദാ സുഇല ബിഹി അഅത, ആ പേരുപയോഗിച്ച് റബ്ബിനോട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും, അള്ളാഹു നൽകുന്നതാണ്. വഇദാ ദുഇയ ബിഹി അജാബ്, പ്രാർത്ഥിച്ചാൽ ആ ഇസ്മുകൾ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ആ മഹത്തായ ഇസ്മ ഏതാണ് എന്ന് പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു. കാരണം ഇവിടെ പറഞ്ഞ പേര് ഒന്ന് അള്ളാഹ്, മറ്റൊന്ന് അൽ അഹദ്, മറ്റൊന്ന് അസ്സമദ്. ഈ പേരുകളൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ടതാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി നൽകവേ അവതരിപ്പിക്കപ്പെട്ട അധ്യായമാണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. അവിടെ അള്ളാഹു സമദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു അസ്സമദാണ് എന്ന് പ്രത്യേകം പറഞ്ഞതിൽ നിന്ന് ആ നാമം ഉൾക്കൊള്ളുന്ന മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അറബികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്സമദാണ് എന്ന് അംഗീകരിച്ചിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ പോലും അവർ ആരാധിച്ചുകൊണ്ടിരുന്ന വ്യാജദൈവങ്ങൾക്കൊന്നും ഈ ഒരു സ്ഥാനം നൽകിയിരുന്നില്ല. ആ സ്ഥാനം അവർ അള്ളാഹുവിന് മാത്രമേ നൽകിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അസ്സമദ് എന്ന് ഉപയോഗിച്ചത് എന്ന് വരെ തഫ്സീറുകളിൽ കാണാം. അതുകൊണ്ട് ഈ നാമം നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്സമദാണ്, സൃഷ്ടികളുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തി കൊടുക്കുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആ റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനുള്ള ആരാധനയിൽ മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കുക. അതേപോലെ തന്നെ അസ്സയ്യിദുൽ മുത്താ, അനുസരിക്കപ്പെടുന്ന അസ്സയ്യിദാണെങ്കിൽ അള്ളാഹുവിനെ നിരന്തരമായി അനുസരിക്കുകയും അവനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുകയും ചെയ്യുക. ഈ ഒരവസ്ഥയിലേക്ക് നാം എത്തുമ്പോഴാണ് അസ്സമദ് എന്ന പേര് പഠിക്കുന്നതിലൂടെ നമുക്ക് യഥാർത്ഥത്തിൽ ഉപകാരമുണ്ടാകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മാണ്, മറ്റൊരു പേരാണ് അൽ മജീദ്. സൂറത്ത് ഹൂദിലെ 73 കാണാം, ഇന്നഹു ഹമീദുൻ മജീദുൻ, അള്ളാഹു ഹമീദാണ്, സ്തുത്യർഹനാണ്, മജീദുമാണ്, അഥവാ മഹത്വമേറിയവനാണ്. യഥാർത്ഥത്തിൽ മജീദ് എന്ന് പറഞ്ഞാൽ മജിദ് എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. മജിദ് എന്ന് പറഞ്ഞാൽ അൽ കസറത്തു, ധാരാളിത്തം, വസ്അത്തു, വിശാലത, അതേപോലെ തന്നെ വാസിഉൽ അതാ, വിശാലമായി സൃഷ്ടികൾക്ക് നൽകുന്നവൻ അല്ലെങ്കിൽ ഔദാര്യം കാണിക്കുന്നവൻ. ഇങ്ങനെ സൃഷ്ടികളോട് അതല്ലെങ്കിൽ മനുഷ്യരോട് ധാരാളമായി ഔദാര്യം കാണിക്കുന്നതിന് അൽ മജിദ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഫഇന്നൽ മജിദ ഫിൽ ലുഗത്തിൽ അറബിയ്യ, അറബി ഭാഷയിൽ മജിദ് എന്ന് പറഞ്ഞാൽ കസറത്തു ഔസാഫിൽ കമാൽ, സമ്പൂർണ്ണതയുടെ ഗുണഗണങ്ങളുടെ ആധിക്യം ആരിലാണോ സമ്മേളിക്കുന്നത് അവർക്കാണ് മജീദ് എന്ന് പറയുന്നത്. അങ്ങനെ സമ്മേളിക്കുന്ന അവസ്ഥക്കാണ് മജിദ് എന്ന് പറയുന്നത്. വകസറത്തു അഫ്ആലിൽ ഖൈർ, ധാരാളം നന്മകൾ ചെയ്യുക. അപ്പോൾ ഭാഷയിൽ അതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ തന്നെ ധാരാളം ആളുകളെ സഹായിക്കുന്ന, മറ്റുള്ള ആളുകൾക്ക് വിശാലമായി നൽകുന്ന, നല്ല സ്വഭാവ ഗുണവിശേഷണങ്ങളുള്ള ആളുകൾക്ക് മജീദ് എന്ന് പറയാറുണ്ട്. അതേ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മജീദാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും മുബാലഗത്തായ അവസ്ഥയാണ്. അഥവാ അള്ളാഹുവിൻ്റെ ഖൈറുകൾ വിശാലമായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ കാണുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാണ്. അപ്പോൾ ആകാശഭൂമികളിലുടനീളം ആരുടെ റഹ്മത്തും കാരുണ്യവും ഔദാര്യവുമാണോ നിലകൊള്ളുന്നത്, ആ അങ്ങനെയുള്ളവനായ അള്ളാഹു മജീദാണ്. അതേപോലെ തന്നെ ഏറ്റവും ഉന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമയാണ് അള്ളാഹു. ആ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മജീദാകുന്നു. അപ്പോൾ അള്ളാഹു മജീദാണ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും മഹത്വം ഉൾക്കൊള്ളുന്നവൻ, സൃഷ്ടികൾക്ക് ധാരാളമായി വിശാലമായി കാരുണ്യവും ഔദാര്യവും നൽകുന്നവൻ, അത്യുന്നതമായ ഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനായിട്ടുള്ളവൻ എന്നതൊക്കെയാണ് മജീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തന്നെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം റഹ്മാനായ റബ്ബ് അവനെ മഹത്വപ്പെടുത്തുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് ഇങ്ങനെ പാരായണം ചെയ്തു. ഖുർആനിലുള്ളൊരായത്താണ്, വസ്സമാവാതു മത്വിയ്യാത്തും ബിയമീനി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, ആകാശങ്ങൾ അള്ളാഹുവിൻ്റെ കൈകളിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടതായിരിക്കും ഖിയാമത്ത് നാളിൽ. അത് അള്ളാഹുവിൻ്റെ അത്രയും വലിപ്പമാണ് കാണിക്കുന്നത്. ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൈവിരലുകളിൽ വഹിക്കുന്നതാണ് എന്ന് സ്വഹീഹായ ഹദീസിലും വന്നിട്ടുണ്ട്, ഖുർആനിലും പറയുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ മുഴുവൻ ചുരുട്ടിപ്പിടിച്ചിട്ട് പറയും, യഖൂലുല്ലാഹു അസ്സ വജൽ അനൽ ജബ്ബാർ, ഞാനാകുന്നു സ്വേച്ഛാധിപതി, അനൽ മുതകബ്ബിർ, ഞാനാകുന്നു ഔന്നിത്യവും മഹത്വവുമുള്ളവൻ, അനൽ മലിക്കു, ഞാനാണ് രാജാവ്,
അനൽ മുതആലി, ഞാനാണ് ഉന്നതൻ. യുമജ്ജിദു നഫ്സഹു, അള്ളാഹു തൻ്റെ നഫ്സിനെ മജിദ് ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു, വലിപ്പം പറയുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം. അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ കാണാം, നാം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഒരു വ്യക്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും ഹമിദനി ആബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ യഖൂലുല്ലാഹ് മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എൻ്റെ മഹത്വം പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ മജ്ജദനി അബ്ദി എന്ന് പറയുന്നത് എപ്പോഴാണ്? മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോഴാണ്. പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ അഥവാ അള്ളാഹുവാകുന്നു അന്നേ ദിവസത്തെ ഉടമസ്ഥനായിട്ടുള്ളവൻ. എല്ലാറ്റിൻ്റെയും ആധിപത്യം റബ്ബിൻ്റെ കൈകളിലാണ്. അങ്ങനെയുള്ള അവസ്ഥക്കാണ് മജീദ് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടമസ്ഥനാണ്, സാക്ഷാൽ രാജാവാണ്. എല്ലാവർക്കും ആധിപത്യം അവനാണ് നൽകുന്നത്. അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവൻ ആധിപത്യം എടുത്തു കളയുന്നു. അവൻ എല്ലാ നിലക്കുമുള്ള ഉന്നതമായ നാമഗുണവിശേഷണങ്ങളുടെ ഉടമയാകുന്നു. അവൻ്റെ കാരുണ്യവും ഔദാര്യവും അവൻ്റെ ഫളായിലുകൾ, ബറക്കത്തുകൾ അത് സൃഷ്ടികളിൽ അഖിലവും വ്യാപിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് സൂചിപ്പിക്കുന്ന ഇസ്മാണ് അൽ മജീദ്. മറ്റൊരു ഇസ്മാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഗനിയാണ്. എന്താണ് അൽ ഗനി എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിലും അത് കാണാം. ഉദാഹരണത്തിന് സൂറത്തുൽ ലുഖ്മാനിലെ 26 കാണാം, ഇന്നല്ലാഹ ഹുവൽ ഗനിയുൽ ഹമീദ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാണ് അൽ ഗനി അൽ ഹമീദ്. അൽ ഹമീദ് എന്ന സ്തുത്യർഹൻ എന്ന പേര് നമ്മൾ വിശദമായി പഠിച്ചതാണ്. അൽ ഗനി എന്ന് പറഞ്ഞാൽ ദുൽ ഗിന, ധന്യതയുള്ളവൻ, അഥവാ അല്ലദീ ലാ യഹ്താജു ഇലാ അഹദിൻ വല ഇലാ ഷൈഇൻ. ഒരാളിലേക്കും അള്ളാഹു ആവശ്യപ്പെടുന്നില്ല, ഒന്നിലേക്കും അള്ളാഹുവിന് ആവശ്യമില്ല. ആരുടെയും ഒന്നിൻ്റെയും സഹായം ആവശ്യമില്ലാതെ പരിപൂർണമായും സ്വയം പര്യാപ്തനായ ധന്യനായിട്ടുള്ളവൻ എന്നാണ് അൽ ഗനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആശയം വളരെ ക്ലിയറായി സൂറത്തുൽ ഫാത്തിറിൽ കാണാം. 15-ാമത്തെ ആയത്തിൽ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ ആഅ്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, ദരിദ്രരാണ്. വല്ലാഹു, അള്ളാഹു ആകട്ടെ ഹുവൽ ഗനിയുൽ ഹമീദ്, അവൻ ധന്യനും സ്തുത്യർഹനുമാണ്. എന്ന് പറഞ്ഞാൽ റബ്ബിന് ആരുടെയും ആവശ്യമില്ല, എന്നാൽ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ അൽ ഗനി എന്ന പേര് പറയുന്നിടത്ത്, ഇസ്മു പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു അതുകൊണ്ടുള്ള വിശാലമായ അർത്ഥത്തിൽപ്പെട്ടതാണ് സൃഷ്ടികൾ അഖിലവും, മനുഷ്യർ മുഴുവൻ, ജിന്നുകളും എല്ലാവരും മുസ്ലിമീങ്ങളായിക്കൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്താലും അത് അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ അനുസരണം അള്ളാഹുവിന് ആവശ്യമില്ല, അതുകൊണ്ട് അവന് വല്ല ധന്യതയും ഉണ്ടാകുന്നില്ല. അതേ സന്ദർഭത്തിൽ സൃഷ്ടികൾ അവനെ ആരാധിക്കുന്നതും അവൻ അനുസരിക്കുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അല്ലാത്തവരവൻ ശിക്ഷിക്കും. എന്നാൽ അത് അവൻ്റെ ധന്യതയുമായി ബന്ധപ്പെട്ടതല്ല, അവൻ്റെ ആധിപത്യവുമായി ബന്ധപ്പെട്ടതല്ല. അവനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ ഒന്നും കുറഞ്ഞു പോകുന്നില്ല. അതേപോലെ തന്നെ സൃഷ്ടികൾ അഖിലവും അവനോട് അനുസരണക്കേട് കാണിച്ചാലും അവൻ്റെ ആധിപത്യത്തെ അത് ബാധിക്കുകയില്ല. എല്ലാവരും മോശക്കാരായാൽ പോലും അതും അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ടല്ല അവൻ ശിക്ഷിക്കുന്നത്, മറിച്ച് അനുസരണക്കേട് അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സൃഷ്ടികൾ അഖിലവും അള്ളാഹുവിനനുസരിച്ചാലും അത് അള്ളാഹുവിന് പ്രത്യേകം ആധിപത്യത്തിൽ വർധനവുണ്ടാക്കുന്നില്ല. അവനോട് സൃഷ്ടികൾ അഖിലവും അനുസരണക്കേട് കാണിച്ചാലും അവൻ്റെ ആധിപത്യത്തിന് അത് യാതൊരു നിലക്കുമുള്ള ഉപദ്രവവും വരുത്തുന്നില്ല. അതാണ് അൽ ഗനിയ് എന്ന ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല സൃഷ്ടികൾക്കഖിലവും കണക്കില്ലാതെ നൽകുന്നവനാണ്. പ്രത്യേകിച്ചും അള്ളാഹുവിനനുസരിക്കുന്ന വിശ്വാസികൾക്ക് യാതൊരു കണക്കും നോക്കാതെ നൽകുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ സൃഷ്ടികൾക്ക് ധന്യത നൽകുന്നതും അള്ളാഹുവാണ്. വ അന്നഹു ഹുവ അഗ്നാ വ അഖ്നാ, ധന്യത നൽകുന്നവൻ അള്ളാഹുവാകുന്നു. നമുക്കെന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആരാണ് നൽകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകുന്നത്. പ്രത്യേകിച്ചും അവന് ഇബാദത്തിനു വേണ്ടി നാം ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബാദി തഫറഗ ലി ഇബാദത്തി, എൻ്റെ അടിമകളെ നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ മാറി നിൽക്കൂ. അംലഉ സദ്റക ഗിനൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ധന്യത കൊണ്ട് നിറയ്ക്കാം. വ അസുദ്ദു ഫഖറക്, നിങ്ങളുടെ ദാരിദ്ര്യമില്ലാതെയാക്കാം. ഇങ്ങനെ സൃഷ്ടികളെ മുഴുവനായി സംരക്ഷിക്കുന്നവനും വിശ്വാസികളെ പ്രത്യേകമായി ഏറ്റെടുക്കുന്നവനുമാകുന്നു അൽ ഗനിയായ അള്ളാഹു. അവന് സൃഷ്ടികളുടെ യാതൊരാളുടെയും ആവശ്യമില്ല. സൃഷ്ടികൾ അഖിലവും അവനിലേക്ക് ആശ്രയിച്ച് നിൽക്കുന്ന സ്വയം പര്യാപ്തൻ എന്ന അർത്ഥമാണ് അൽ ഗനിയ് എന്ന ഇസ്മിനുള്ളത്. അതേപോലെ മറ്റൊരു പേരാണ് അൽ അദീം. അൽ അദീം എന്ന് പറഞ്ഞാൽ ദുൽ അളമ, മഹത്വമേറിയൻ, വലിപ്പമുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ അദീം എന്ന് പറഞ്ഞാൽ ഭാഷയിൽ തന്നെ കബീറായിട്ടുള്ളവൻ, അല്ലെങ്കിൽ കിബർ, അഹങ്കാരത്തിൻ്റെ ഉടമ, അഥവാ അതിനർഹതപ്പെട്ടവൻ.
അതേപോലെ തന്നെ വലിപ്പമുള്ളവൻ, വൽ ഖുവ്വ ശക്തിയുള്ളവൻ, വൽ അളമ മഹത്വമുള്ളവൻ, അതൊക്കെയാണ് അൽ അലീം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്. ഖുർആനിൽ പലയിടങ്ങളിൽ കാണാം. സൂറത്തുൽ ബഖറയിൽ, ആയത്തുൽ കുർസിയിൽ കാണാം വഹുവൽ അലിയുൽ അലീം, അല്ലാഹു ഉന്നതനും മഹത്വമേറിയവനുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അലീമാണ് എന്ന് പറയുമ്പോൾ വലിപ്പത്തിലും അവൻ വലിയവനാണ്, ഖദറിലും മഹത്വത്തിലും അവൻ വലിയവനാണ്. അപ്പോൾ വലിപ്പത്തിലും അവൻ വലിയവനാണ്, മഹത്വത്തിലും അവൻ വലിയവനാണ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ, ആകാശങ്ങളെ, ഭൂമിയൊക്കെ അള്ളാഹു വിരലിൽ വഹിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അള്ളാഹുവിൻ്റെ വലിപ്പം എത്രയാണ്? അങ്ങനെയുള്ളവനാണ് അലീമായ അള്ളാഹു. അതേപോലെ തന്നെ സൃഷ്ടികളിൽ നിന്നെല്ലാം ഉന്നതനായി നിലകൊള്ളുന്ന, അതുകൊണ്ടാണ് വഹുവൽ അലിയുൽ അലീം, ഉന്നതനും മഹത്വമേറിയവനുമാണ്. അപ്പോൾ അള്ളാഹു അലീമാണെങ്കിൽ ഈ പേര് പഠിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യേണ്ടത്, നാം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം. അവൻ്റെ ദീനിനെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അവനയച്ച വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും നാം ബഹുമാനിക്കണം. ശരീഅത്തിൻ്റെ നിയമങ്ങളെ നാം ബഹുമാനിക്കണം. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ മഹത്വപ്പെടുത്തി അവരെ ആരാധിക്കുവാനോ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുവാനോ പാടില്ല. മഹത്വപ്പെടുത്തലെല്ലാം അള്ളാഹുവിന്. ആ നിലക്ക് തൗഹീദ് മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ വലിപ്പം മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളവനായ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കരുതെന്നും അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും, എന്നാൽ അവൻ അനുസരിച്ചാൽ അവൻ ഏറ്റവും ഔന്നിത്യമേറിയ, മഹത്വമേറിയ, മേന്മയേറിയ രക്ഷ സ്വർഗ്ഗലോകത്ത് നൽകുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ആ നിലക്കൊക്കെയുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അൽ അലീം എന്ന ഇസ്മ പഠിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ പഠിച്ച ഈ 4 ഇസ്മുകളും വളരെ മഹത്വമേറിയ ഇസ്മുകളാണ്, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഇസ്മുകളാണ്. ആ നിലക്ക് നാം അതിനെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.